dear students, ഇന്ന് സൂപ്പർ കിങ്സ് നീറ്റ് ബാച്ചിലെ കുട്ടികൾക്കായി കാത്തിരിക്കുന്ന സൈലത്തിന്റെ മെറ്റീരിയൽ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സൈലത്തിന്റെ സൂപ്പർ കിങ് ബാച്ച് കുട്ടികൾക്ക്, അതും നീറ്റ് ബാച്ചിലെ കുട്ടികൾക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഫുൾ മെറ്റീരിയൽ സൈലത്തിൽ നിന്ന് കിട്ടും. എന്നാൽ ഈ മെറ്റീരിയൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കുമ്പോൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എടുത്താൽ ഇതിൽ 2 ബുക്കുകളായി നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള ഫുൾ ടോപ്പിക്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ചാപ്റ്ററും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ മെറ്റീരിയലിലുള്ള, ഇപ്പോൾ ഇത് പാർട്ട് 1 ബയോളജി ആണ്, ഇതിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ 2 മെറ്റീരിയൽ 2 ബുക്കിലായിട്ടാണ് ഫുൾ ചാപ്റ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു ചാപ്റ്റർ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ ജെനറ്റിക്സിൽ വരുന്നൊരു ചാപ്റ്റർ ആണ് അല്ലേ. ഈ ചാപ്റ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് NCERT-യിൽ പഠിക്കാനുള്ളതും നീറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൺസെപ്റ്റും ഡീറ്റെയിൽ ആയി ഒരു നോട്ടായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇൻ ബിറ്റ്വീനായി ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ് ഓരോ ടോപ്പിക്ക് പഠിച്ച ശേഷവും നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലാരിറ്റി വന്നോ എന്നറിയാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി അങ്ങനെ നമ്മൾ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ കാത്തിരിക്കുന്ന അടുത്ത സർപ്രൈസ്. അതാണ് സോൾവ്ഡ് എക്സാമ്പിൾസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ NCERT-യിലുള്ളതും അതും റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള നീറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ സോൾവ്ഡ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ സൊല്യൂഷനും എല്ലാം ഈ സോൾവ്ഡ് എക്സാമ്പിൾസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയി, ഈവൻ ഇഫ് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിഞ്ഞുകൂടെങ്കിലും സൊല്യൂഷൻ നോക്കി ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ പറ്റും. ഇത് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിൽ വരുമ്പോൾ അത് മിക്സ്ഡ് ആയിട്ട് കിടക്കുമല്ലേടാ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലെവൽസ് ആയിട്ട് തരം തിരിച്ച് ആദ്യത്തെ ഒരു ഈസി മോഡറേറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എക്സസൈസിലായി കൊടുത്തുകൊണ്ട് സെക്കൻഡ് എക്സസൈസിൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൾട്ടി കൺസെപ്റ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് എബോ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സെക്കൻഡ് എക്സസൈസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എക്സസൈസസ് എല്ലാം ഫസ്റ്റ് എക്സസൈസ് പ്രോപ്പറായി കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് എക്സസൈസ് പ്രോപ്പറായി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മോർ ദാൻ 300 ക്വസ്റ്റ്യൻസ് അപ്പോഴേക്കും തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കും. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസിൻ്റെ ടുവേർഡ്സ് എൻഡായി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ആൻസർ കീസ് കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇതായിരിക്കും, മിസ് ചിലപ്പോഴൊക്കെ ആൻസർ കീ ഈസ് നോട്ട് സഫീഷ്യൻ്റ് അല്ലേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് എത്തിയെന്നുള്ള പ്രോപ്പർ സൊല്യൂഷൻ വേണ്ടി വരും. അതിനുവേണ്ടിയാണ് സൈലത്തിൻ്റെ ഈ കുഞ്ഞൻ 3ാമത്തെ സൊല്യൂഷൻ ബുക്ക് വരുന്നത്. ഇത് ഫിസിക്സിനുമുണ്ട്, കെമിസ്ട്രിക്കുമുണ്ട്, ബയോളജിക്കുമുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തത് എങ്ങനെയാണ്, ആ ആൻസറിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നുള്ള പ്രോപ്പർ സൊല്യൂഷൻസ് ഈ സൊല്യൂഷൻ ബുക്കിലായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണോ നിങ്ങളുടെ മെറ്റീരിയൽ? എങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് സർപ്രൈസ് കാത്തിരിക്കുകയാണ്, നമ്മുടെ സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇരുന്ന് കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഒരു ബുക്കാണ് കേട്ടോ മൈൻഡ് മാപ്പ്. കാരണം നിങ്ങളെ ഇത് ലാസ്റ്റ് റിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഫുൾ ടോപ്പിക്കും ഫുൾ ഫ്ലെഡ്ജായി വായിച്ച് നമുക്ക് എക്സാമിൻ്റെ ലാസ്റ്റ് നിമിഷം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കുറേ കുട്ടികൾക്കൊക്കെ ഷോർട്ട് നോട്ട് എടുക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കും. എന്നാൽ ചിലരാണെങ്കിലോ ഷോർട്ട് നോട്ട് എഴുതാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ ഒരു ചാപ്റ്ററിനെ ലാസ്റ്റിൽ നമുക്ക് എല്ലാ ചാപ്റ്ററും കൂടെ വരുന്ന എക്സാംസിന് എങ്ങനെയൊന്ന് ഷോർട്ട് റിവൈസ് ചെയ്യാം, അതിനു വേണ്ടിയാണ് മൈൻഡ് മാപ്പ് ഉള്ളത്. നിങ്ങൾ നോക്കിയേ, ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഈ ഫസ്റ്റ് പാർട്ട് ഒരൊറ്റ
ഒറ്റ പേജിലായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒറ്റ പേജിലായിട്ട് ഇതിലുള്ള എല്ലാ കൺസെപ്റ്റ്സിനെയും ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇതിലാവശ്യമുള്ള ഡയഗ്രംസും ഇതിലാവശ്യമുള്ള മേജർ ഇക്വേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ മൈൻഡ് മാപ്പിലെ സിംഗിൾ പേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാം. അതുമാത്രമല്ല, ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രോട്ടോടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൈൻഡ് മാപ്പിലായി കാണാം. അപ്പോൾ മൈൻഡ് മാപ്സ് ആക്ച്വലി നിങ്ങളുടെ ലാസ്റ്റ് റിവിഷൻ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയതാണ് നിങ്ങളുടെ സൂപ്പർ കിങ്സിൻ്റെ മെറ്റീരിയൽ. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും സെപ്പറേറ്റും പിന്നെ നിങ്ങളെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് സഹായിക്കുന്ന മൈൻഡ് മാപ്പും നിങ്ങൾക്ക് കിട്ടും. +2 സ്റ്റുഡൻസിന് ഏറ്റവും എഫക്റ്റീവായി നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സൈലത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് വാങ്ങാൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് സൈലം സ്റ്റോറിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. സോ സീ യു, ബൈ.